Hello everyone. So this is the second day of my sister's wedding shopping. അപ്പോൾ ആദ്യം ഞങ്ങൾ സ്റ്റുഡിയോ പോയി കുറച്ച് ക്ലോത്ത്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ടീ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് നേരെ നമ്മൾ വിട്ടത് റോസ് സ്റ്റോറിയിലേക്കാണ്. റോസ് സ്റ്റോറിയിലാണ് നമ്മൾ ചേച്ചിയുടെ വെഡ്ഡിംഗ് ഗൗൺ ചെയ്യാൻ കൊടുത്തിരുന്നത്. അമ്മ, are you excited? Yes. അപ്പോൾ ഒരു 6 to 7 months ബാക്ക് ലാസ്റ്റ് ടൈം ചേച്ചി ലീവിന് വന്നപ്പോൾ തന്നെ ഞങ്ങൾ റോസ് സ്റ്റോറി വന്ന് മെഷർമെൻറ്റ്സും അതേപോലെ ഏത് മോഡലാണ് വേണ്ടത് എല്ലാം നമ്മളവിടെ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടെൻഷൻ അടിച്ച ചേച്ചി ഇരിക്കുന്നത്. ഞങ്ങൾ ആരും ഡ്രസ്സ് കണ്ടിട്ടില്ല, ബാക്കിയെല്ലാം ഓൺലൈനായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ചേച്ചി എക്സ്പെക്ടേഷൻസ് എന്താണ്? ചേച്ചി ഭയങ്കര ടെൻഷനിലാണ് ഗൈസ്. ഫൈനലി ദ മോസ്റ്റ് അവൈറ്റഡ് മൊമെൻറ്റ്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചേച്ചിയുടെ ഗൗണിൽ കാണാൻ വേണ്ടി. ഐ വാസ് സോ ഹാപ്പി. നമ്മൾ കൊടുത്ത പോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഓൾട്രേഷൻസും ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് നമുക്ക് അവർ ആഡ് ഓൺ ചെയ്ത് നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് ചെയ്തത്. സോ താങ്ക് യു റോസ് സ്റ്റോറി. ഇഷ്ടമുണ്ടോ ചേച്ചി? അമ്മ കഴിക്കും. സോ നമ്മളിവിടെ ടാക്കോ ബെൽസിൽ വന്ന് അവിടുന്ന് ടാക്കോസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ താലിമാല സെറ്റായി ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു താലിമാല ഹണ്ട്? പെട്ടെന്ന് കിട്ടിയല്ലേ? ഓക്കെ, ഹാപ്പിയാണോ? വിചാരിച്ച റെഫറൻസ് തന്നെ കിട്ടിയല്ലോ. അറിയില്ല, റെഡ് വേണ്ട. ഹലോ, ഇന്ന് വന്നിട്ട് മാർച്ച് 31 ആണ്. ഇന്ന് നമ്മുടെ ഹണ്ടിൻ്റെ ഡേ 3rd ആണ്, 3ാമത്തെ ദിവസമാണ്. അപ്പം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കല്യാൺ സിൽസിലാണ്. ചേച്ചിക്ക് വേണ്ടിയുള്ള മന്ത്രകോടി എടുക്കാനാണ്. ദ ഹണ്ട്. അപ്പം ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോയി അല്ല. അങ്ങനെ ഒത്തിരി സാരീസ് നമ്മൾ നോക്കി. ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു. പല ഷെയ്ഡ്സായിട്ട് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ദിസ് വൺ പിന്നെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നെ കാണാൻ ഇഷ്ടപ്പെട്ടോ? പക്ഷെ ഇതിലുള്ള ഒന്നുമല്ല നമ്മളെടുത്തത്. ഇവിടുത്തെ എല്ലാ സെക്ഷൻ കഴിഞ്ഞിട്ട് അവർ നമുക്ക് അവരുടെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കുറേ കളക്ഷൻസ് നമുക്ക് കാണിച്ചു തന്നു. അതിൽ നിന്നാണ് നമുക്ക് അവിടെ മന്ത്രകോടി കിട്ടിയത്. ഓക്കെ ആണോ? ഫൈനലൈസ്ഡ്. ആർ യു ഹാപ്പി? അപ്പോൾ നമ്മളിപ്പോൾ കല്യാൺ സിൽസിലാണ്. അങ്ങനെ ചേച്ചിയുടെ ഡ്രീം ഔട്ട്ഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നു. എന്താണ് ചേച്ചി? അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കല്യാണിന്നായിരിക്കും എൻ്റെ സത്യമല്ലേ? പക്ഷെ ഇവരെന്നെ എന്താ പറയാ ഫുള്ളി അതാ. അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ ഫൈനലി ഐ വാസ് കൺഫ്യൂസ്ഡ് വിത്ത് 2 കളേഴ്സ്. അതെ, പക്ഷേ അവരിപ്പോൾ അവരുടെ പ്രീമിയം ഒരു കളക്ഷൻ എടുത്തു കൊണ്ടുവന്നു. ആൻഡ് ഇറ്റ് വാസ് അമേസിംഗ്. മന്ത്രകോടി. സോ ഇപ്പൊ എന്താ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ നൂല് മന്ത്രകോടിയിൽ നിന്ന് നൂലെടുത്തിട്ട് താലി കെട്ടാനുള്ള നൂല് എടുക്കാനായിട്ട് കൊടുത്തേക്കാം. ഓക്കെ അമ്മ, എന്താണ് മന്ത്രകോടിനെ പറ്റി പറയാനുള്ളത്? എങ്ങനെയുണ്ട്? ലാസ്റ്റ് സാരി എടുത്ത സാരി വന്നപ്പോൾ എല്ലാ കൺഫ്യൂഷനും മാറി. അതെ, നമ്മൾ എടുത്ത കളക്ഷനിൽ നിന്ന് എല്ലാം വേറൊരു സാരി അവർ പ്രീമിയം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഡിഫറെന്റ്. നമ്മുടെ ആ കൺഫ്യൂഷനെ അങ്ങ് മാറിക്കിട്ടി. അങ്ങനെ ഫൈനലി ചൂസ്. അതും കല്യാൺ സിൽസിൽ. ഇവരുടെ പുതിയ കുറേ സെയിലിന് വേണ്ടിയുള്ള കുറേ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രൊമോഷൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കിങ് ഓഫ് കാഞ്ചീപുരം. കൊള്ളാല്ലേ ഇത്?
അങ്ങനെ മന്ത്രകോടി സെലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി സാൻഡൽസ് ഒക്കെ നോക്കാൻ വന്ന ഷോ ബാക്ക്. അപ്പൊ ഷൂസ് എടുക്കുന്നതിന്റെ തിരക്കിലാണ്. ഇതൊക്കെ നമ്മൾ എടുത്തതാണ്. ചേച്ചിക്കുള്ള സാൻഡലായി, ഷൂസായി, ഗൗണ്ട്. ഇത് എനിക്കുള്ളത്. അത് കൂടെ വെച്ചു. ഇപ്പൊ ടൈം എത്രയെന്ന് വല്ല ഐഡിയ ഉണ്ടോ? 5 മണി. 5 മണി ഇതുവരെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. അതാ മനസ്സിലാക്കും നമ്മളിപ്പോ ചെല്ലാൻ ഒക്കെയുള്ള ഷൂ ഹണ്ടിലാണ്. ഞാൻ റെഡ് ഗൗണിന് വേണ്ടി എടുക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ. പിന്നെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ ചേച്ചിയുടെ ലെഹങ്കയ്ക്ക് വേണ്ടി, എൻഗേജ്മെൻറ്റ് ഡേ ലെഹങ്കയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തത്. നമ്മൾ എൻഗേജ്മെൻറ്റ് ഡേ ഫുള്ളൊരു നോർത്ത് ഇന്ത്യൻ വൈബിലാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ജൂത്ത എന്നാണ് പറയണത്. എന്തൊക്കെയായി? ചെരുപ്പെല്ലാം സെറ്റായി. എല്ലാവരുടെയും അമ്മയുടെ ഒഴിച്ച്. സെറ്റായി. വൈ അമ്മ ബട്ട് വൈ എടുക്കായിരുന്നില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട ഇടാതെ എടുക്കാൻ പറ്റും. ഗൈസ്, ഈ അമ്മ വെറും ടൈം വേസ്റ്റ് ആണ്. അമ്മ എടുക്കുന്നില്ല. എത്ര ഓപ്ഷൻസ് കൊടുത്തെന്നറിയോ? 400-500 രൂപയുടെ ചെരുപ്പം ടിപ്പിക്കൽ മോ. കിട്ടണ്ടേ? ഞാൻ നോക്കാം. വാവ്, ടൈമോ? അങ്ങനെ ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. സമയം 6:10. നല്ല വിശക്കുന്നുണ്ടായി. അപ്പൊ നമ്മളൊരു ഫ്രൈഡ് റൈസും പിന്നെ 2 ബിരിയാണിയും പറഞ്ഞിട്ടാണ് കഴിക്കും. അങ്ങനെ ഫൈനലി മധുരം വെപ്പിന്റെ ഡ്രസ്സിന് വേണ്ടി നമ്മൾ ഈ കടയിലാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. CNP ബുട്ടിക്ക്. കൊച്ചി കല്യാൺ സിൽസിൻ്റെ ഓപ്പോസിറ്റാണ് CNP ബുട്ടിക്ക് വരുന്നത്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റേഷൻസ് ഇല്ലാണ്ട് ഞാനാണ് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. പക്ഷേ ടേൺസ് ഔട്ട് അടിപൊളി സ്റ്റിച്ചിങ് ആയിരുന്നു. ചേച്ചിയുടെ മന്ത്രകൂടി അതേപോലെ അമ്മയുടെ ബ്ലൗസൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് ഇവിടെയായിരുന്നു. എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ്? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.